നമ്മൾ അന്ന് ഇറങ്ങിയത് പിന്നെ ഇന്നലെ കയറുന്നേ. ഞാൻ ഒരു മാസത്തോളം ആയല്ലടാ. പിറ്റേ ദിവസം ബാസോട് നമ്മുടെ എന്താ പറഞ്ഞത്? സ്നേഹത്തോടെ പറഞ്ഞേ. സ്നേഹത്തോടെ എന്നെ മോനേന്നല്ലാതെ വിളിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ ബാസോണ്ടില്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ചീത്ത പറയണോ? അതെ, ഒരു മീറ്റിംഗ് വിളിച്ചടാ. അല്ല എടാ, എല്ലാരും ഗ്യാങ്സ് വന്നോ ടി വിയിലുള്ള? അത് നമ്മളിന്ന് ഇവിടെ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഈ ടി വിയിൽ ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങുന്നവരെല്ലാം ടി വിയിൽ ഇറങ്ങിക്കോണം. എന്താടാ മൂഡ് ഔട്ട്? ഓയേ വരാടാ. നമ്മളങ്ങ് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തെന്ന് വിചാരിച്ചോടാ എല്ലാരും. അടന്ന് കേറാ പോയേ. നമ്മൾ അന്ന് ഇറങ്ങിയത് പിന്നെ ഇന്നലെ കയറുന്നേ. ഞാൻ ഒരു മാസത്തോളം ആയല്ലടാ. ഞാൻ കൊറേ മാസങ്ങളോ. ഞാൻ 6 മാസം കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ ദിവസം സസ്പെൻഷൻ മേടിച്ചിരുന്നേ. പിന്നെ എടാ പോയേ, നമ്മളെ ഉണ്ടാക്കുമെന്ന് ചിലവന്മാര് നമ്മളൊക്കെ ഗ്യാങ് ആയിട്ട് അല്ല ഇരുന്നപ്പോഴത്തേക്കെ കൊറേ മാർക്ക് ചൊറിച്ചില്. ചിലവന്മാർക്ക് നമ്മൾ ഏത് ഗ്യാങ് എന്ന് അറിയണം. അപ്പം കണ്ണാപ്പി പോയി ഇന്നങ്ങ് തീർത്ത് അവർ നെയിം ഈസ് ബൈ ബൈ. എന്തൊക്കെ പറയാലോടാ. മിസ് ചെയ്യുന്നില്ലടാ. സത്യം. നമ്മൾ എന്തായാലും 14 ദിവസം സസ്പെൻഷൻ മേടിച്ചു കൊടുത്തിട്ടാണേലും നമ്മളോട് ഒരു വാക്ക് ദേശത്തിന്റെ പുറത്ത് പറഞ്ഞെങ്കിലും അന്നൊരു ദിവസം അല്ല ഞാൻ പറട്ടെ. എടാ അന്നത്തെ ദിവസം വാസവണ്ണൻ നമ്മളോട് ദേഷ്യപ്പെട്ടുള്ളൂ. പിറ്റേ ദിവസം വാസവണ്ണൻ നമ്മുടെ എന്താ പറഞ്ഞത്? സ്നേഹത്തോടെ പറഞ്ഞേ. സ്നേഹത്തോടെ എന്നെ മോനേന്നല്ലാതെ വിളിച്ചിട്ടില്ല. എന്നെ മോനേന്ന് വിളിച്ചു. മോനെ വീട്ടിൽ വിളിച്ചു. ശരി, ഇച്ചിരി ഫ്രണ്ടിൽ ഇച്ചിരി എന്തൊക്കെ എന്തായാലും മോനേന്ന് വിളിച്ച സ്നേഹത്തോടാണ്. അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എന്ത് വന്നാലും അത് നമ്മള് നോക്കണ്ട. അതാ നമ്മുടെ അല്ലടാ കേൾക്കുന്നത്. കേരള ജോക്കറിന് എന്ത് വെച്ചാ കപ്പയോ കരിമീനോ എന്ത് വെച്ചാ എല്ലാം ഓരോന്ന് വെച്ച് പോരട്ടെ. അടിച്ചു കേറുക. ഈ മാസൊക്കെ കണ്ടിട്ട് ഒരു 14 ദിവസത്തേക്ക് ഞാൻ മണക്കുന്നത്. പറഞ്ഞപ്പോ ട്രോഫി കോമണല്ലോ. പക്ഷെ ഇതിൽ ഇല്ലാത്തൊന്നും ഇല്ല കേട്ടോ. നോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്ന് വെച്ച് എല്ലാം എടുത്തോ. 15 എണ്ണം എടുത്ത 325 എണ്ണം ആയിപ്പോയല്ലോ. എന്താ നീ എടുത്തേ? മെത്താഫിറ്റമിൻ എന്താടാ സാധനം? അതടിച്ചാൽ മേളിലോട്ട് കേറും. ആണോ? ഓ എല്ലാം ഓരോന്ന് വെച്ച് വരട്ടെ. എല്ലാം കപ്പയോ കരിമീനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ മെത്താഫിറ്റമിൻ ഒരു 10 എണ്ണം എടുത്താൽ മതി. 10 10 എണ്ണം. ഞാൻ ഷീൽഡ് എടുത്ത് അതെവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. 15. അതെന്തിന്റെ ആർമറാണല്ലേ? പോഷൻ ബേസ്. ഇത് ആർമർ. മെഡിക്കിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അത് യൂസ് ആവില്ല. ഞാനത് നമ്മളെ വണ്ടിയുടെ താക്കോലൊക്കെ ആരാണ് ഇതിന്റെ അകത്ത് കൊണ്ട് വെച്ചേക്കുന്നേ? ഇൻവെന്ററിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഓരോരുത്തന്മാര് ഒപ്പിച്ച് വെക്കുന്നു. ഇതൊക്കെ നമ്മൾ പാസ്വേഡില്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ചീത്ത പറയണോ? അതെ, ഒരു മീറ്റിംഗ് വിളിച്ചടാ. എടാ എല്ലാരും ഗ്യാങ്സ് വന്നേ, മീറ്റിംഗ് ഉണ്ട് വന്നേ. എടാ എല്ലാരും ഗ്യാങ്സ് വന്നേടാ ടി വിയിലുള്ള. മന്ദാരം മുറിച്ചുണ്ടനാവാൻ വരെ മുറുമുക്കനാവാൻ തുപ്പി ഇട്ടേക്ക്. ഓഷൻ ബേസ് ഗ്രൈൻഡിങ്. ഓറഞ്ച് വേണ്ട, ഓറഞ്ച് തിരിച്ച് അതേപോലെ വെച്ചോ. അത് ഓറഞ്ച് ഗ്രൈൻഡ് ചെയ്താലേ നീല കിട്ടത്തുള്ളു. ഓ അങ്ങനെയാണോ? ഓ അപ്പൊ ഹെൽത്തിന് എന്ത് ചെയ്യുന്നേ? ഹെൽത്തിന് ഒരു മെത്താവിറ്റാമിൻ അടിച്ചു നോക്കട്ടെ. ഓക്കെ, ഒരു മൈലും കേറുന്നില്ല. തിരിച്ച് അതേപോലെ വെച്ചോ. അതും ഗ്രൈൻഡ് ചെയ്ത്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നത്? പോഷൻ ബേസ് ഞാൻ അടിച്ചു നോക്കട്ടെ. വെയിറ്റ്, അടിക്കാൻ പറ്റുന്നില്ലല്ലോടാ.
അടിനല്ലേ അപ്പൊ വേണ്ട അപ്പൊ വേണ്ട വേണ്ട. ഒരു ആർമർ സത്യം പറഞ്ഞ ഷോ മാത്രമേ ഉള്ളൂ, ഉപയോഗിക്കാൻ പറ്റുന്നൊന്നുമില്ല. ഇല്ല ഒന്നുമില്ല, ആകെ ഒരു രണ്ട് തോക്ക് ഉപയോഗിക്കാൻ. ഇവിടെ തോക്കിലെ ഇടയം പറട്ടെ, ഈ ഗ്യാങ്ങിന് എപ്പോഴും തോക്ക് കിട്ടും. നമുക്ക് ഇടയം പറട്ടെ, ഓരോന്നെടുത്ത് വിറ്റാലോ, ഓരോന്നെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ആരും അറിയാം. ഓരോ കൗണ്ടായിട്ടാ കുറഞ്ഞെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. നമ്മൾ പറയുന്ന വലിയ സിറ്റിസൺസിനും കണ്ണ് 3 കോടി എന്ന് പറഞ്ഞാൽ 3 കോടി, അതിനപ്പുറം നോ ഡീൽ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയട്ടെ, വാസവണ്ണ ദിവസം വന്നിട്ട് എഴുതി വന്നിട്ട് 1 2 എണ്ണി നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അതാരും എണ്ണി നോക്കുന്നില്ല. അതാരും. ഇപ്പൊ ഞാൻ തെറ്റിന്ന് പറഞ്ഞോ അങ്ങ് എടുത്ത്, നീയോ? ഞാൻ 2 എണ്ണം എടുത്ത്. ഞാൻ എന്നാ 3 എണ്ണം എടുത്തേ. 4 എടുക്കട്ടെ. ഞാനൊരു 4 എടുത്തേ. 4 നിർത്താം. 4 എടുത്തു. ഞാൻ 4 എല്ലാം ഇടക്കേന്നും പറക്കേന്നൊക്കെ എടുക്കണേടാ കണ്ണാപ്പിയെ. ഞാൻ താഴേന്ന് എടുത്തത്, താഴേന്ന്. അപ്പൊ ആരും അറിയില്ല. ഇടയ്ക്കൊന്നും എടുക്കരുത്. ഗ്യാങ്ങോസിന്റെ അകത്ത് നേരെ വാ. ആ ഇവന്റെ ഈ ഓവർ മിനിയുണ്ടല്ലോ ഈ കുണ്ണയുടെ, ഈ കുണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വാ ചെറിയ എക്കോ വരുന്നുണ്ടേ. എനിക്കോ പോടാ കൊണ്ടടാ. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ചേട്ടാ ഇതിപ്പം അത് കുറച്ച് അതൊക്കെ പൊക്കോളൂ. ഇതിപ്പോ കയ്യിലെടുത്തെന്ന് പറഞ്ഞ എനിക്ക് ബാങ്ക് എടുത്താ കിട്ടട്ടെ. അല്ല ഇതിന് താമസോട്ട് തിരിച്ച് മംഗലശ്ശേരിയിലോട്ട് പോവാം. അവന്റെയൊക്കെ സംസാരം കിട്ടും. ഇപ്പൊ അവനെ നേരിട്ടുണ്ട് തല്ലു കേട്ടോ. അവൻ തല്ലുവാണ്. ഇവന്മാർക്കൊക്കെ മനസ്സിലായി, നമ്മളെ മാമനോട് ഉണ്ടല്ലേ മനസ്സിലായോ? ഇവന്മാർക്കൊക്കെ പേടി വരത്തുള്ളു. ഇത് കൊറേ എടാ, ഇതിപ്പോ വാസുവിന്റെ മീറ്റിംഗ് വിളിച്ചെങ്കിൽ ഇപ്പൊ എന്താണ് ഇങ്ങനെ കാണിക്കോ നീയൊക്കെ? പെട്ടെന്ന് ഒരു റെസ്പെക്ട് ഇല്ലായ്മ അല്ലേ പുതിയ പിള്ളേർക്ക്? അലിയ നമ്മള് കുറച്ചാൾ ഇനാക്റ്റീവ് ആയിട്ട് റെസ്പെക്ടറാണ്. ആ മന്ദാരം ഉണ്ടല്ലോ, അവരാദ്യം പുണ്ടച്ചോൻ ആദ്യം ആ മന്ദാരം വന്നില്ലേലും കുഴപ്പമൊന്നുമില്ലടാ. അല്ലല്ല അല്ലടാ, ഇവിടെ ജീവയിൽ അന്നും ഗ്യാങ് റോൾ വെച്ചൊന്നുമല്ല ആൾക്കാർ ഗ്യാങ് ഹൗസിൽ കയറുന്നോ റേഡിയോ നിൽക്കുന്നോ. മനസ്സിലായോ? ഗ്യാങ് മനസ്സിലായോ? ലിസ്റ്റിൽ പോലും വേണമെന്നില്ല. അവൻ ജീവയിലുള്ളതാണോ അവൻ കേറും. റേഡിയോയിലാണല്ലോ ഗ്യാങ് റോൾ. അത് മാസം ചെയ്യാൻ ഏറ്റുപിടി അതൊക്കെ അത്ര ഉള്ളു. കണ്ണാപ്പിന്ന് പറ റേഡിയോയില്. നീ ആ തോക്കം തിരിച്ചിട്ടുണ്ട് വെച്ച് എന്നെ സമാധാനം തരത്തില്ല കേട്ടാ. എന്റെ ജീവിതം വെറുത്തുപോയി. ഞാൻ എന്റെ ഉള്ള തോക്കൂടെ വെച്ച് എനിക്ക് സമാധാനം കിട്ടാനായിട്ട് കേട്ടാ. എന്റെ കയ്യിലുള്ള തോക്ക് വേണ്ട, എനിക്ക് തോക്ക് വേണ്ട. ആരും വരുവല്ലടാ, പോവാ. സമാധാനമില്ല. എടാ കൊറേ എല്ലാരും വന്നേ. ആ പോയി അങ്ങനെ കോൺഫിഡൻസ് ഇല്ലായ്മയായിട്ട് ഇറങ്ങിപ്പോലെ. ഈ വിളിച്ചപ്പോ ഞാൻ മാത്രമേ വന്നുള്ളൂ. ജൂഡ് ബാക്കി കുറുപ്പിനൊക്കെ എന്താ? ഈ റേഡിയോയിലുള്ള ഇനി ആരാ വരാത്തെന്ന് പറഞ്ഞേ? ലോലം വന്ന് എത്തിയിട്ടില്ലല്ലോ. ഹലോ ലോലൻ. ഇല്ല ലേഫ്റ്റ് ആയിരിക്കും. വിട്ടാരെ ഇപ്പൊ എത്ര ഉണ്ട്? മോബി മംഗലശ്ശേരി 3 അപ്പൊ നമ്മളിന്ന് ഇവിടെ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ ലോക്കർ കണ്ടോ? അവിടെ കണ്ടല്ലോ. അത് കാണാൻ വെച്ചേക്കുന്നല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വലിക്കാനും പിടിക്കാനും ഒക്കെ എന്തെങ്കിലും. അല്ല ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു ഫൈറ്റ് വരുക. ഈ ആർമർ ഉണ്ട്.
മറ്റേ ഇത് ആരുണ്ടാക്കും? നമ്മൾ ഉണ്ടാക്കണോ? ഉണ്ടാക്കണാടാ. എന്തായാലും ഇനി ആവർത്തിക്കത്തില്ല എന്ന് പറയണേ. എന്താടാ എന്താടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? എന്തായാലും ഇരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഇറങ്ങാം. ഇപ്പൊ ഈ ടി വി ഇറങ്ങാം, ടി വി ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങുന്നവരെല്ലാം ടി വി ഇറങ്ങിക്കോണം. പോട്ടെ പോട്ടെ. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ ഒന്നാ. പിള്ളേരൊക്കെ പോയാലേ ഇനിയിപ്പോ നമ്മള് നിങ്ങളായിട്ടൊരു ബന്ധം കാണൂല. എന്നെ ഒന്ന് തൊട്ടാപ്പോഴും നീ ചോദിക്കാൻ പറഞ്ഞോടാ. ഞാനൊക്കെ ചത്തിടന്നാ പോലെ നീ ഒന്ന് തിരിച്ചു നോക്കരുത്, തിരിച്ചു നോക്കാൻ പൊക്കോളാം. പോയടാ അവന്മാര്. ഞാൻ പറയട്ടെ, നമുക്ക് എവിടെയെങ്കിലും പോയി ചാവാം. എന്നിട്ടേ അവന്മാര് വരുമെന്ന് നോക്കാടാ, അവന്മാര് വരുമെന്ന് നോക്കാം. സ്നേഹം ഉണ്ടോന്ന് അറിയാലോ. അമ്മാരാടാ കുണ്ണാള് ചിരിക്കുന്നടാ. ചിരിക്കുന്നുണ്ടാ കുണ്ണാള്. വേണ്ടടാ, അവരുടെ വണ്ടിയിലൊന്നും കേറണ്ടാ, ചെലപ്പോ തല്ലും. ഇറങ്ങടാ എണ്ണാപ്പി, ഇറങ്ങ. എണ്ണാപ്പി തല്ലുകൂടാ അവര്, ഇറങ്ങടാ. പ്രാങ്ക് എണ്ണാപ്പി 2.3 തുപ്പും കണ്ണ. കണ്ണാപ്പി അൺലോക്കിടാ, അൺലോക്കി അമ്മയുടെ അൺലോക്കി. ഇറങ്ങടാ. ഞാൻ ഇറങ്ങാടാ. അവന്മാര് അൺലോക്കി ചെയ്ത് പറഞ്ഞ അത് അൺലോക്കി. എടാ ഇറങ്ങടാ. നിന്നെ ഇവിടെ വെച്ച് കൈ വെക്കുന്നതിട്ട് എനിക്ക് കാണാൻ വയ്യടാ. ഇറങ്ങ. കണ്ണ ഹാപ്പിയല്ലേ? ഇതിനു മുമ്പ് ജീപ്പേ കേട്ട കണ്ണ. കണ്ടില്ല ബ്രോ. അമൽക്കുറോ താങ്ക്സ് 222 രൂപ ജീപ്പേ. 57 രൂപ ജീപ്പേ. താങ്ക്സ് ബ്രോ. വണ്ടിയുടെ അൺലോക്കിടാ. തമാശ കളിക്കില്ലാടാ. ഒന്ന് അൺലോക്കി. ലോക്കൊന്നല്ലോ ഇത്. ലോക്ക 6 വണ്ടി ലോക്കിയാടാ. അൺലോക്കി നമുക്ക് പോകാം. വണ്ടിയാണോ ഇത്? പിന്നെ കേറുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഓപ്പൺ ആണ്. ദേഷ്യം പിടിപ്പിക്കുന്നില്ലാടാ. ഓ അൺലോക്കി. ഓയാടാ. അതെ ഞാനേ ആദ്യം ഗ്യാങ്ഡർ സൂര്യൻ ഇട്ട പരിപാടി ചെയ്യാവുള്ളേ. ഇല്ല അന്നത്തെ പോലെ നമ്മൾ ഫ്ലോപ്പായി പോയേ. കിട്ടും അവന്റെ പ്രാങ്കേ. എടാ എന്തായാലും നീയൊക്കെ ചത്തിടന്നാ നമ്മള് ചാവുമെങ്കിൽ പോലും നിന്റെയൊക്കെ അവനൊരടി തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ അല്ലടാ. അതിപ്പോ FRP പോലെ നോക്കാതിരിക്കണോ ഞാനൊക്കെ അവനെ അടിക്കുന്നേ. അങ്ങനെ വളർന്നവന്മാരാടാ ഞാനിപ്പോ. നിനക്കൊക്കെ നമ്മളെന്തേലും പറയുമ്പോ നീയൊക്കെ ഇങ്ങനെയാണെങ്കിലേടാ. അല്ല നന്ദിയില്ലടാ. ഓടാ വണ്ടി ഇടാ സംസാരിക്കണ്ട. ശിബുവിനെ ഇവിടെ ഡ്രസ് ഷോപ്പ് വെച്ച് ആരെല്ലാം എടുത്ത് അടിച്ചോളാൻ പറയാം. ഗ്യാങ് അല്ലാത്ത ആരുടെ എടുത്ത സിവിലിന്റെ അടുത്തല്ലോ. ഒരു 2-3 പേര് വേണോ അവന്മാര്? നേരെ മുതുക്കിട്. ശിബുവിനെ വിളി ഒരാളെ. അല്ല ഒരാളുടെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഉമ്മാര് വണ്ടി എടുത്ത് പോയെന്നുള്ള രീതിയിൽ ഇതാക്കാം അല്ലേ? 2 പേര് വേണം. ഷിബുവും വേണം, വേറെ ഒരുത്തനും വേണം. അല്ലേ വേണ്ട, ഷിബു മാത്രം മതി. ഷിബുവിനോട് തന്നെ അടിച്ചു വന്നിട്ട് മന്ദാരത്തിനെ വിളിച്ച് പറയാം. അവന്മാരെ ഇവിടെ ഡ്രസ് ഷോപ്പ് ഇട്ട് അടിച്ചു വന്നു. അത് നൈസാണ്. ഷിബുവിനെ വിളി. ഇവിടെ മെറ്റ പോവല്ലേ എന്ന് പറയണേ. മെറ്റ പോലെ ഇരുന്നു. ഷിബുവിനെ നോക്കട്ടെ. ആദ്യം ഷിബു എവിടെ? ലോറ എവിടെ പറഞ്ഞ പോലെ? അവളാവരി പോയടാ. ലോറ പോയോ?
അത് ഷിബു ഒന്നുമല്ല. ഷിബു എവിടാ? ഷിബുവിനെ വിളി. ആ ഷിബുവിനെ വിളിച്ചോണ്ടിരിക്കുക, എടുക്കുന്നില്ല. ലോറ എവിടെ? ലോറയുടെ വരുമൊന്നുമില്ല കേട്ടോ. അവള് പറ്റിയ സീരിയസ് ആയിട്ട് എടുത്തു തോന്നുന്നു. എടാ അവളെ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പോയി ഞാൻ തകർന്നു നോക്കട്ടാ. അതിനിപ്പോ എന്താണ്? എടി പറ്റി മറ്റേ എടി നീ എവിടാ? നീ വിളിക്കാതിരിക്കുമ്പോ എന്തോ പോലെ. ഒന്ന് വിളിക്കുമോ എടി? ഫ്രീ ആണേ എന്തോ പോലെ. പെണ്ണ് പോയാലൊക്കെ പോയതുള്ളു കണ്ണന്. അവന്മാര് ചിരിച്ചോണ്ട് പോണാണ്ടാടാ. കൊണ്ടാണ് ഞാൻ ഷുബിനോട് വിളിക്കട്ടെ. ഇവർക്കൊക്കെ വേണ്ടിയാണല്ലോ നമ്മള് ജീവൻ. ഹായ് കണ്ണാപ്പി. ആ ബ്രോ എന്തൊക്കെയുണ്ട്? ഇത് മായാവിയാണോടാ? അല്ല പിന്നെ ഇത് ഓച്ചിലുള്ളതാണോ? ഞങ്ങൾക്ക് എങ്ങനെ തോന്നണോ? നല്ല രീതിയിൽ പോന്നോ? അപ്പൊ പോയിട്ട് വേടാ, പോയി വണ്ടി ഇടടാ. മാരി വേണ്ടോ? മാരി പാങ്ങളാടാ. ഞാനതിനൊന്നും പറഞ്ഞില്ലടാ. അല്ല കൊണ്ടൊക്കെ നിർത്തിയപ്പോഴത്തേക്കാടാ എനിക്കതങ്ങ് കേറി. മനസ്സിലായോ? ഹെൽത്ത് ഇല്ലല്ലോടാ. എവിടെ? എനിക്ക് ഹെൽത്ത് ഇല്ലല്ലോ. എനിക്ക് എടുത്തില്ല. നമ്മുടെ ഗ്യാങ്ങിനുള്ളവന്മാരോട് അല്ലാതെ ചോദിക്കാനും പറ്റത്തില്ല. നീ ഒന്ന് ആരെയും വിളിച്ചത് സെറ്റ്. ഷിബുവിനെ വിളി. ഷിബുവിനെ വിളി. ഇപ്പൊ വരാട്ടാടാ അണ്ണാപ്പിയെ.